ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വില്ലേജ് ജീനിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു ഗ്ലാസ് വെച്ച്, അതായത് ജസ്റ്റ് ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് ഏത് ചിത്രവും കോപ്പി ചെയ്യാൻ കഴിയും. അതായത് അതിൻ്റെ ആ ഒരു പെർഫെക്ഷനോടെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. അപ്പം ഞാൻ ഒരു ചിത്രം ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് തന്നെയാണ് പോർട്രേ ചെയ്യാൻ പോകുന്നത്. സോ ഓക്കെ, എനിക്ക് ഓൾറെഡി ചിത്രം വരയ്ക്കാൻ അറിയാം. അപ്പം ഇങ്ങനെ വരയ്ക്കറിയാത്ത പിള്ളേർക്ക് നിങ്ങൾക്ക് ഏത് ചിത്രം, ലോകത്തിൽ എന്ത് ചിത്രവും ആര് വരച്ച ചിത്രവും അതേപടി കോപ്പി ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങൾക്കൊരു ലൈറ്റിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. ലൈറ്റിങ് വേണം, അതായത് സാധാരണ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ലൈറ്റിൽ ആ ലൈറ്റ് മതി, നാച്ചുറൽ ലൈറ്റ് മാത്രം മതി. വേറെ അഡീഷണൽ ആയിട്ടും ഡൗൺ ലൈറ്റോ അപ്പ് ലൈറ്റോ ഒന്നും വേണ്ട. ഒരു കഷ്ണം ഗ്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാം. ഏത് ചിത്രവും നിങ്ങൾക്ക് കോപ്പി ചെയ്യാം, പെർഫെക്റ്റ് ആയിട്ട് കോപ്പി ചെയ്യാം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ അപ്പം ടൈം കളയണ്ട, നമുക്ക് നേരെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വെച്ചവരെ, നമുക്ക് ആദ്യം നമ്മുടെ പടം വരയ്ക്കാൻ വേണ്ടത്, നമുക്ക് ഏത് പടമാണോ കോപ്പി ചെയ്യേണ്ടത് ആ ഒരു പടമാണ്. ഞാൻ പണ്ട് വരച്ച എൻ്റെ ഫേവറേറ്റ് വെഹിക്കിൾ, എൻ്റെ ലംബോർഗിനി. അത് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും. വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ. ഡു ഫോളോ ആൻഡ് സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ അബിഗിനി. ഓക്കെ, അപ്പോൾ ഈ ചിത്രം ഇവിടെ ഇരിക്കട്ടെ. ഇത് ഞാൻ ഈ പേപ്പറോടൊക്കെ പാർത്താനുള്ളതാണ്. അപ്പോൾ അതാ വേണ്ട മെയിൻ സാധനമാണ് ഇതാ നമ്മുടെ ഗ്ലാസ്. ഞാനിതിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഗ്ലാസ് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഈ ഒരു രീതിയിൽ വെച്ചിട്ട് വേണം നമുക്ക് ചിത്രങ്ങൾ കോപ്പി ചെയ്യാനുള്ള ഒരു രീതി എടുക്കാൻ. അപ്പോൾ ചെയ്യേണ്ടതാണ്, ഞാൻ ഇതിന് മുമ്പ് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബോട്ടിൽ ക്യാപ്പാണ്. അപ്പം ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതും ഈ ഒരു ഗ്ലാസ് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന വേറൊരു ഉപയോഗത്തിനാണ്. അതൊരു ഞാൻ ഡിസ്പ്ലേ ബോർഡ് ചെയ്തായിരുന്നു, ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ്. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അവിടെ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. ആ ഒരു വർക്ക് കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഗ്ലാസ് പ്ലേസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണേൽ വേറെ വുഡിലൊക്കെ ഇതിൻ്റെ ബേസ് ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ടത്, നമുക്ക് കോപ്പി ചെയ്യേണ്ട ചിത്രം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ആംഗിൾ മാറി നമ്മൾ ഈ ഒരു വശത്ത് നോക്കുമ്പം തൊട്ടിപ്പുറം ഈ ചിത്രം ഡിസ്പ്ലേ ആകുന്നത് കാണാം. എനിക്ക് ക്യാമറ ക്ലിയർ ആവുമെന്നറിയില്ല, ഞാൻ ക്യാമറ ആംഗിൾ മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട പരിപാടി, നമുക്ക് വരയ്ക്കേണ്ട ചിത്രം ഞാനിപ്പോൾ ഒരു പകുതി വെച്ച് വരയ്ക്കാനാണ്. ഇത് കണ്ടോ, നമുക്ക് ആ ഇവിടെ ഒരു ഇവിടെ ഈ ഒരു സൈഡിൽ നിങ്ങളൊരു ഷെയ്ഡ് കണ്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു വശത്ത് എന്ത് ചെയ്യുക, നമ്മുടെ വരയ്ക്കേണ്ട, നമുക്ക് ട്രേസ് ചെയ്യേണ്ട പേപ്പർ നമ്മൾ കൊണ്ടുവെക്കണം. മനസ്സിലായല്ലോ? ഇതാ നമ്മളിവിടെ വൈറ്റ് പേപ്പർ വെച്ചപ്പോൾ എന്തായി, ഇതിൻ്റെ റിഫ്ലക്ഷൻ അടിച്ച കണ്ടോ. നമ്മൾ ഈ ഒരു വശത്ത് നിന്നിട്ട് നമ്മളതിങ്ങനെ വരച്ചു കൊടുക്കാൻ പോകണം. കണ്ടില്ലേ, ലോകത്തിലെ ഏറ്റവും സിമ്പിളായ രീതിയിൽ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. അപ്പം എന്ത് ചെയ്യാം, നമുക്കിനി ഇത് ട്രേസ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. നമ്മളിവിടെ കൈ വെച്ചാൽ കൈയുടെ ഷെയ്ഡ് വരെ അവിടെ വൃത്തിക്ക് കിട്ടുന്നുണ്ട്. രവിവർമ്മ പോലും കണ്ടുപിടിക്കാത്ത ഒരു ചിത്രരീതി. ഓക്കെ, കാരണം രവിവർമ്മ ഇന്ന് ജീവിക്കണമായിരുന്നു, അങ്ങനെയാണ് പുള്ളിക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ക്യാമറ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനിത് വരയ്ക്കുന്നത്, ഇത് ട്രേസ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ടൈം ലാപ്സ് ആയിട്ട് കണ്ടിട്ട് വാ കേട്ടോ. കോപ്പി, അതായത് ഇമേജ് കോപ്പിയിങ് ഒരു വേ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. അതായത് ഞാൻ കാണിച്ചു തരാം, വേറൊന്നുമല്ല, വെളിച്ചം അടിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ. ഇതിപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ അതായത് ഇവിടെ റിഫ്ലക്ഷൻ ഇല്ലേ, ഇതാണ് ഈ വണ്ടിയുടെ യഥാർത്ഥ റിഫ്ലക്ഷൻ. ഇത് ഇവിടെ കാണുന്ന വ്യത്യാസമുണ്ട്, ഇതിവിടെ വരുമ്പോഴും വ്യത്യാസമുണ്ട്. മനസ്സിലായല്ലോ? നമുക്കങ്ങനെ എന്ത് ചിത്രവും കോപ്പി ചെയ്യാം. അപ്പോൾ എനിക്ക് വെളിച്ചത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് എനിക്ക് അതേ ഒരു പെർഫെക്ഷൻ വരയ്ക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പേപ്പർ നിങ്ങൾ എവിടെയാണോ വെക്കുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ചെറിയതായിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കുക. ഒന്നും ഇളകാത്ത രീതിയിലും പറയാത്ത രീതിയിലും പിൻ ചെയ്ത് വെക്കുക. ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളങ്ങ് വരച്ചോളുക. ഇപ്പം നോക്കി, നമ്മൾ ഐഡൻറ്റിക്കലായിട്ട് 2 ഫോട്ടോ വരച്ചെടുത്തിരിക്കുകയാണ് ഗൈസ്. അബിഗിനി, സോറി ലംബോർഗിനി. ഞാൻ എൻ്റെ വണ്ടിക്ക് ഇടുന്ന പേരാണ് അബിഗിനി. ഓക്കെ, ദാറ്റ്സ് മൈ ഇൻസ്റ്റാഗ്രാം നെയിം. സോ ഇതാണ് നമ്മൾ വരച്ചെടുത്ത ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗൈസ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കാരണം ഞാൻ ഈ ചിത്രം നോക്കി വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സമയം എടുക്കും. ഇത് പിന്നെ ഇതൊരു ഫോട്ടോ കണ്ടിട്ട് ഞാൻ വരച്ചതാണ്, സമയം എടുത്ത് വരച്ചാണ്. ഏകദേശം 30 മിനിറ്റ്സോളം എടുത്തു. ഇത് വരയ്ക്കാൻ എനിക്ക് ഏകദേശം എടുത്തത് 2 മിനിറ്റ് തയ്ച്ചെടുത്തില്ല. ഞാൻ നല്ല റഫായിട്ട് തന്നെ അലമ്പിച്ച് വരച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ലംബോർഗിനി ആണെന്ന് ഒറ്റ ഉടനെ മനസ്സിലാവും. നമ്മുടെ ക്രിയേഷന് പേരെഴുതാനുള്ള സമയമായി.
വില്ലേജ് ജീനിയസ്. ഗൈസ്, അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇനി എന്ത് ചിത്രവും എന്ത് ടെക്സ്റ്റും വരയ്ക്കാം. നിങ്ങൾക്ക് ഇനി ഇവിടെ ബുക്കിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ വെച്ചാൽ മതി. നിങ്ങൾക്ക് ആ ഫോണിൽ നോക്കി അതുപോലെ ഇവിടെ വരയ്ക്കാൻ പറ്റും ഗൈസ്. ഒന്നും വേണ്ട, ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് കൂടെ എടുത്തിട്ട് ആ വരുന്ന വെളിച്ചത്തെ ഇങ്ങനെ ഒന്ന് മറച്ചു കൊടുത്താൽ മതി. ആ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കാർഡ്ബോർഡ് എടുക്കുമ്പോൾ മാറ്റം വന്നതുണ്ടോ? വെക്കുന്നു, മാറ്റം വരുന്നു. പിന്നെയും വെച്ചു, ഇമേജ് മാറിയുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒറ്റ ഒന്നേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു ഗ്ലാസ് മാത്രം മതി. പിന്നെ ഒരു സ്റ്റാൻഡും. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം വീഡിയോയ്ക്ക് ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ വെച്ചാൽ മരെ നിങ്ങൾക്ക് വീഡിയോ കണ്ടു, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുവാണ്. കാരണം ആ ഒരു ചിത്രം, ഞാൻ ആ ഒറിജിനൽ ചിത്രം വരച്ച് ഏകദേശം 30 മിനിറ്റ്, അരമണിക്കൂർ, ഒരു മണിക്കൂർ, ഓക്കെ, അരമണിക്കൂർ തികച്ച് ഞാൻ എടുത്തു. പക്ഷേ ഈ ചിത്രം ഞാൻ അതുപോലെ കോപ്പി ചെയ്യാൻ എനിക്ക് എടുത്ത സമയം വെറും റഫായിട്ട് അത്രയും പെർഫെക്ഷനോട് ആ ഒരു ചിത്രം കണ്ടാൽ അതൊരു കാറാണ്, അതൊരു ലംബോർഗിനി ആണ് എന്ന് തിരിച്ചറിയാൻ പാകത്തിന് അത് വരയ്ക്കാനെടുത്ത സമയം എന്ന് പറയുന്നത് ഏകദേശം 2 മിനിറ്റ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അത്രയും വൃത്തിക്കാണ് ഞാനത് വരച്ചിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു